നമ്മളിത് നോക്കാനായിട്ട് പോകുന്നത് ചാപ്റ്റർ 12 ആണ്. മാരേജ് എന്നാണ് നമ്മുടെ ചാപ്റ്റർ പേര് വരുന്നത്. അപ്പം ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് 2 മാർക്കിന്റെ കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ 5 മാർക്കിനും 8 മാർക്കിനും ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം അത്രയ്ക്ക് നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇതിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമതായി നമുക്ക് നോക്കാനുള്ളത് എന്താണ് മോണോഗമി എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണങ്ങളുണ്ടല്ലോ. അതായത് മാരേജുമായി ബന്ധപ്പെട്ട ചാപ്റ്റർ ആയതുകൊണ്ട് ഉള്ള കല്യാണങ്ങൾ ഏതൊക്കെ രീതിയിൽ കല്യാണങ്ങൾ കഴിക്കാം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഒന്നാമത് വരുന്നത് മോണോഗമിയാണ്. മോണോഗമി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ഇപ്പോഴത്തെ നാട്ടിൽ നടക്കുന്ന സമ്പ്രദായം. അതായത് ഒരാൾക്ക് ഒരു സ്ത്രീക്ക് ഒരു പുരുഷൻ എന്നുള്ള രീതിയിൽ. അതായത് ഒരാള് നിയമപരം അല്ല, അല്ലെങ്കിൽ ഒരാൾക്ക് ഒരാളെ മാത്രമേ കല്യാണം കഴിക്കാൻ പറ്റത്തുള്ളൂ. ആ ഒരു അങ്ങനത്തെ രീതിയിലുള്ള മാരേജുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് മോണോഗമി എന്ന് പറയുന്നത്. ഇനി അടുത്ത പോളിയോഗമി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോന്നാണ്? സ്ത്രീക്കോ പുരുഷനോ ഒന്നിൽ കൂടുതൽ വിവാഹങ്ങൾ കഴിക്കാനായിട്ട് പറ്റും. പണ്ടത്തെ കാലഘട്ടത്തിൽ നമുക്ക് എന്താ അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഇപ്പം തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എല്ലാ ആളുകൾക്കും കല്യാണം കഴിഞ്ഞ ആളുകൾക്കായാലും ശരി വേറെ സ്ത്രീകളുമായിട്ട് അല്ലെങ്കിൽ വേറെ പുരുഷന്മാരുമായിട്ട് വേറെ റിലേഷൻ കാര്യങ്ങളൊക്കെ വരാറുണ്ടല്ലോ. അതിന് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാചീന കാലഘട്ടം മുതലേ ഉള്ളതാണ്. ഈ ഒരാണിന് ഒന്നോ രണ്ടോ സ്ത്രീകൾ, അതേപോലെ തന്നെ സ്ത്രീകൾക്ക് വേറെ പുരുഷന്മാരും കാര്യങ്ങളൊക്കെ പണ്ടത്തെ കാലം തൊട്ടേ ഈ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ അത് അവരുടെ ജീനിക്കാണ്. അതാണ് എന്താണ് ഇപ്പം ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ സ്ത്രീകളുമായിട്ട് റിലേഷൻ കാര്യങ്ങളൊക്കെ തോന്നാനായിട്ടുള്ള കാര്യം. അപ്പൊ പോളിഗമി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് എന്താണ് ഒരു ഭാര്യയ്ക്കോ ഭർത്താവിനോ വേറെ റിലേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ ഭാര്യയോ വേറെ ഭർത്താവോ അങ്ങനെ കൂടുതൽ ആയിട്ട് ഉള്ളതിനെയാണ് നമ്മൾ പോളിഗമി എന്ന് പറയുന്നത്. ഇനി അടുത്ത് പോളിയൻഡ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്ത്രീകൾക്ക് ഒന്നിൽ കൂടുതൽ ഭർത്താക്കന്മാരുണ്ടാകും. സ്ത്രീകൾക്ക് ഒന്നിൽ കൂടുതൽ ഭർത്താക്കന്മാരുണ്ടാകും. അപ്പൊ അതിന്റെ എവിഡൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ തമിഴ്നാട്ടിലെ നീലഗിരി ഹിൽസിലാണ് അതിന്റെ എവിഡൻസ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതായത് പോളിയൻഡ്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീക്ക് ഒന്നിൽ കൂടുതൽ ഹസ്ബൻഡ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഭർത്താക്കന്മാരുള്ള ഒരു ഇതിനെയാണ് പോളിയൻഡ്രി എന്ന് പറയുന്നത്. അതെന്ന് പറയുമ്പോൾ തമിഴ്നാട്ടിലെ നീലഗിരി ഹിൽസിലെ ആളുകൾക്കാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. പണ്ട് നമ്മുടെ കാലത്ത് നിലനിന്നിരുന്നു. ഒരു സ്ത്രീ ഇപ്പം ചേട്ടനെ കല്യാണം കഴിച്ച് അനിയനെയും കൂടെ കല്യാണം കഴിക്കേണ്ടി വരും. കാരണം എന്താന്ന് വെച്ചാൽ വീട്ടില് അടിയൊന്നും ഉണ്ടാകാതെ, സ്വത്തിന്റെ കാര്യത്തിൽ പ്രശ്നമൊന്നും ഉണ്ടാകാതെ എല്ലാവരും ഒരേപോലെ രീതിയിൽ പോകാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് ഇല്ല. ഇനി അടുത്ത് എന്താണ് ഡിഫൈൻ പോളിയൻഡ്രി എന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ പറ്റി ഡിഫൈൻ ചെയ്യാനാണ് നമ്മൾ പറഞ്ഞു. ഒന്നിലധികം ഇണങ്ങളെ കല്യാണം കഴിച്ച് വിവാഹം കഴിക്കുന്നതിനെ നമ്മൾ എന്തെന്ന് പറയുന്നത് പോളിയൻഡ്രി എന്ന് പറയുന്നത്. ഇനി അടുത്ത് ചോദിക്കാം ഡിഫൈൻ എൻഡോണമി. എൻഡോണമി എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നും അല്ല, സ്വ സ്വവംശത്തിൽ നിന്ന് വിവാഹം കഴിക്കുന്നതിനെയാണ്. അതായത് ഇപ്പം എന്റെ വംശത്തിൽ നിന്ന് ഞാൻ വിവാഹം കഴിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് എൻഡോണമി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എക്സോണമി എന്ന് വെച്ചാൽ എന്തോന്നാണ്? പരകുല വിവാഹം. അതായത് വേറെ കുലത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നത് കല്യാണം കഴിക്കുന്നതിനെയാണ് എക്സോണമി എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് എക്സോണമി എന്ന് വെച്ചാൽ വേറെ കുലത്തിൽ നിന്ന് കല്യാണം കഴിക്കുന്നതിനെയാണ് നമ്മൾ എക്സോണമി എന്ന് പറയുന്നത്. ഇനി അടുത്ത് ആൻഡോമിനിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ മിശ്ര വിവാഹം. അതായത് പണ്ടത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു ഉയർന്ന ജാതിക്കാർ എന്ത് ചെയ്യുന്നത് താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകളെ കല്യാണം കഴിക്കുന്നു. ഈ പൊതുവെ ബ്രാഹ്മണന്മാരും ക്ഷത്രിയന്മാരും വൈശ്യന്മാരും ഒക്കെ ആയിരിക്കും ഇങ്ങനെ കല്യാണം കഴിക്കുന്നത്. ഇങ്ങനെ കല്യാണം കഴിക്കുന്നതിനെയാണ് ആൻഡോമിയ ഓർ മിശ്ര വിവാഹം എന്ന് പറയുന്നത്. അതിന്റെ ഓപ്പോസിറ്റ് ആണ് പാട്രിയോമിയ. അതായത് താഴ്ന്ന ജാതിയിൽപ്പെട്ട പുരുഷന്മാർ ഉയർന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകളെ കല്യാണം കഴിക്കുന്നതിനെയാണ്. കാര്യങ്ങളാണ് ഇതിന്റെ കുറച്ച് ഡെഫിനേഷൻ ആയിട്ട് വരുന്ന കുറച്ച് ടേംസ് ഓർത്ത് വെച്ചിട്ട് വേണം എക്സാമിന് പോവാനായിട്ടുള്ളത്. കാരണം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി അടുത്ത് നമുക്ക് നെക്സ്റ്റ് നോക്കാനായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ട്രഡീഷൻസ് ഓഫ് മാരേജ്. നമുക്ക് ഹിന്ദു മാരേജിൽ എത്ര രീതിയിലുള്ള കല്യാണങ്ങളാണ് നടക്കുന്നത് എന്നുള്ളതാണ്. ഒന്നാമത് വരുന്നത് ബ്രാഹ്മണ വിവാഹം, അറിയാലോ. പിന്നെ ദൈവവിവാഹം, ആർഷവിവാഹം, പ്രജാപതി വിവാഹം, അസുര വിവാഹം, ഗാന്ധർവ വിവാഹം, രാക്ഷസ വിവാഹം, പൈശാചികമായിട്ടുള്ള വിവാഹം. ഇങ്ങനെ 8 രീതിയിലാണ് വിവാഹങ്ങൾ നടക്കുന്നത്. ഇതിനെ പറ്റി നല്ല ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ട് വേണം പോകാൻ. വെച്ചാൽ എന്താ സംഭവം എന്ന് നോക്കിയിട്ട് വേണം. ചിലപ്പോൾ 8 മാർക്കിന് ചോദ്യം ഈ 8 വിവാഹങ്ങളെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ചോദിക്കാം. നമുക്ക് അറിഞ്ഞുകൂടെ NIOSന്റെ കാര്യം എങ്ങനെ വേണമെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാം. കഴിഞ്ഞ് നമുക്ക് ചോദിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ മുസ്ലിം വിവാഹം ഏതൊക്കെ രീതിയിൽ, എന്നാൽ 4 രീതിയിൽ നമ്മുടെ മുസ്ലിം വിവാഹങ്ങളെ പറ്റി ചോദിക്കാം. നിക്കാഹ്, മൂത, ഫസിഡ്, ബാറ്റിൻ, അങ്ങനെയുള്ള 3 തരത്തിലുള്ള മുസ്ലിം മാരേജിനെ പറ്റിയിട്ട് ചോദിക്കാം. പിന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് ഡിവോഴ്സ്. മുസ്ലിങ്ങളുടെ ഡിവോഴ്സ് എങ്ങനെയാണ്? എനിക്ക് ആകപ്പാടെ തലാഖ് എന്ന് പറഞ്ഞ കാര്യമാണ് ഫസ്റ്റ് ഓർമ്മ വന്നത്. കാരണം നമുക്ക് പണ്ട് മുതലേ അറിയാവുന്ന ഒരു കാര്യം തലാഖ് എന്നാണ്. പക്ഷെ വേറെ 3 ടൈപ്പും ഉണ്ട് കേട്ടോ. അതിനെ പറ്റി നല്ല ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ട് വേണം പോവാനായിട്ടുള്ളത്. ഈ ഒരു ചാപ്റ്റർ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ള 13ാമത്തെ ചാപ്റ്റർ ആണ് ഫാമിലി. ഫാമിലി
എന്തോന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ഫാമിലി എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് നമുക്ക് നോക്കാനായിട്ടുള്ള എന്താണ് ഫാമിലി എന്താണ് ജോയിന്റ് ഫാമിലി അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് വേണം പോകാനായിട്ടുള്ളത്. ഈ ഒരു ഫാമിലി എന്ന് പറയുന്നത് രണ്ടായി നമുക്ക് തരംതിരിക്കുന്നുണ്ട്. ഒന്നാമത്തെ പാട്രിമോണിയൽ ഫാമിലിയും മാട്രിമോണിയൽ ഫാമിലിയും. എന്താണ് പാട്രിമോണിയൽ ഫാമിലി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞ ശേഷം നമ്മൾ സാധാരണ ഭാര്യ എവിടെയാണ് താമസിക്കുന്നത്? ഭർത്താവിന്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അതിനെയാണ് പാട്രിമോണിയൽ ഫാമിലി എന്ന് പറയുന്നത്. എന്നാൽ മാട്രീരിയൽ ഫാമിലി എന്ന് പറയുന്നത് കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുന്നു? ഭാര്യയുടെ വീട്ടിൽ ഭർത്താവ് വന്ന് താമസിക്കുന്നതാണ്. സംഭവം ഇത് ചിലയിടത്തൊക്കെ ഉള്ളൂ. പക്ഷെ ഇതാണ് കൂടുതലായിട്ടുള്ളത്. എന്റെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞ ശേഷം ഭാര്യയും ഭർത്താവും സ്വന്തമായിട്ട് വീട് വെച്ചിട്ട് വേറെ എവിടെയെങ്കിലും പോയി താമസിക്കണമെന്നാണ്. ഇനി അടുത്ത് നമുക്ക് നോക്കാനായിട്ടുള്ള എന്ന് പറയുമ്പോൾ രണ്ടാമത് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് എക്സ്പ്ലെയിൻ ദി ഫങ്ഷൻസ് ഓഫ് ഫാമിലി. ഈ ഫങ്ഷൻസ് ഓഫ് ഫാമിലിയിൽ വരുന്ന 3 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ പറയുന്നത്. ചിലപ്പം ചോദിക്കാം സ്റ്റേറ്റ് ദി റോൾ ഓഫ് ഫാമിലി എന്ന് ചോദിക്കാം, ചിലപ്പം ഫങ്ഷൻസ് ഓഫ് ഫാമിലി എന്ന് ചോദിക്കാം, ചിലപ്പം എക്സ്പ്ലെയിൻ ദ ചേഞ്ചസ് ഓഫ് ഫാമിലി, ഫാമിലിയിൽ വന്ന മാറ്റങ്ങൾ എന്തോന്നൊക്കെയാണ് ചോദിക്കുക. അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട് പറ്റും. നമുക്ക് പറയാം എന്തൊക്കെ ഫങ്ഷൻസ് ആണ് ഫാമിലിയിൽ ഉള്ളത്. ഒന്നാമെന്ന് വെച്ചാൽ നമ്മളറിയാം നമ്മുടെ കുട്ടികളെ വളരെയധികം അച്ചടക്കത്തോടെയും എന്താ നല്ല രീതിയിൽ എന്താണ് സമൂഹത്തിന് വേണ്ട നല്ല പൗരന്മാരാക്കി വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഫാമിലിയിലെ ഏറ്റവും വലിയ ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എന്താണ് അവർക്ക് ആവശ്യമായിട്ടുള്ള പാർപ്പിട കാര്യങ്ങളെല്ലാം നിറവേറ്റുക. സാമൂഹ്യവൽക്കരണം അതായത് ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് എന്താ പറയുന്നത് നമ്മുടെ എന്താ സമൂഹത്തിന് കൂടുതൽ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഉള്ള ഒരാളും കൂടിയാണ് ജനിക്കുന്നത്. അങ്ങനെ പറയാം. പിന്നെ സ്നേഹബന്ധം എന്ന ധർമ്മം അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു വീട്ടിൽ നിന്നാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും പഠിക്കുന്നത്. ഇപ്പൊ വീട്ടിൽ നല്ല രീതിയിൽ ഹൈജീൻ അച്ഛനും അമ്മയും ഭയങ്കര ഹൈജീൻ ആണെങ്കിൽ കുട്ടി എന്തായിരിക്കും ഭയങ്കര ഹൈജീൻ ആയിരിക്കും. അച്ഛനും അമ്മയ്ക്കും വൃത്തിയില്ല വീറും ഇല്ലെങ്കിൽ എന്താണ് കുട്ടി അങ്ങനെ തന്നെ ആയി പോകും. അത് കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് നോക്കാനായിട്ടുള്ളത്. പിന്നെ അടുത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പ്ലെയിൻ ദി ടൈപ്സ് ഓഫ് ഫാമിലി. 3 ടൈപ്പ് ഓഫ് ഫാമിലിനെ പറ്റിയിട്ട് എഴുതാനായിട്ട് ചോദിച്ചേക്കും. ഇനി അടുത്ത് വരുന്നതെന്ന് വെച്ചാൽ 14ാമത്തെ ചാപ്റ്റർ ആണ്. ഈ 14ാമത്തെ ചാപ്റ്ററിൽ എന്താ ചോദിക്കണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ബന്ധുത്വം? ബന്ധുത്വം എന്ന് വെച്ചാൽ നമുക്കറിയാം നമുക്ക് എന്താ നമ്മുടെ ബന്ധുക്കൾ അതായത് നമുക്ക് അടുത്ത നമ്മുടെ ഫാമിലിയിലെ അടുത്ത മെമ്പേഴ്സിനെയാണ് നമ്മൾ ബന്ധുക്കൾ എന്ന് പറയുന്നത്. ആ ബന്ധുക്കളെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ സാമൂഹ്യവൽക്കരണത്തിനും നമുക്ക് കൂട്ടമായിട്ടുള്ള ഐക്യം നിലനിർത്താനും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ബന്ധുക്കൾ നമ്മളെ സഹായിക്കുന്നു. പിന്നെ ചോദിക്കാം ഡിസ്ക്രൈബ് ദ മൊണൈറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സാമൂഹ്യ ഗ്രൂപ്പാണ്. മൊണൈറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാമൂഹ്യ ഗ്രൂപ്പാണെന്ന് വെച്ചാൽ ഇത് പ്രാഥമികമായിട്ടുള്ള കുറെ ഗ്രൂപ്പുകളിൽ നിന്ന് വിഭജിച്ച് വരുന്നതാണ് മൊണൈറ്റി എന്ന് പറയുന്നത്. ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന്. ഇത്രയും നോക്കി വെച്ചിട്ട് വേണം എന്താണ് എക്സാമിനായിട്ട് പോവാനായിട്ട് ഉള്ളത്. ഇത് ഇത്രയും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ.